സത്യസന്ധമായ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഫലം സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിൻ്റെ പത്രമായി ആളുകൾ മാറുന്നതിലൂടെയാണ് നാം അറിയുന്നത്. സ്വന്തം പ്രാപ്തി കൊണ്ട് അത് സാധ്യമല്ല എന്ന് ഉറച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ കഴിയണം. ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ല, ആത്മനിയന്ത്രണത്തിൽ വേണം ശുശ്രൂഷിക്കുവാൻ. ജഡം കൊണ്ട് ശുശ്രൂഷിക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തെ അല്ല ശുശ്രൂഷിക്കുന്നത്, സ്വയത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. അവർ മറ്റുള്ളവരുടെ അംഗീകാരം കാക്ഷിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാമല്ലോ. നിയമവ്യവസ്ഥിതിയായിരിക്കും അവരെ നിലനിർത്തുന്നത് തന്നെ, ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും. ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ ക്രിസ്തുവിൻ്റെ തേജസ്സോടെ രൂപാന്തരപ്പെടുന്നു എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുള്ള സത്യസന്ധമായ ശുശ്രൂഷ ഒരു വ്യക്തിയെ ക്രിസ്തുവിനെ പോലെ ആക്കിത്തീർക്കും. ആത്മാവിലെ ശുശ്രൂഷയ്ക്ക് എന്നാൽ അത് സ്വാഭാവികമാകും, കൃത്രിമമല്ല. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത് മാറുന്നു. ജഡത്തിലുള്ള ശുശ്രൂഷ ഒരു ജോലി പോലെയാണ്. അതിനുള്ളിൽ ആവേശം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ സഹായിക്കുന്ന ഒരു ഭാഗം ഇതാ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് ഇന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 3 എടുത്താട്ടെ. എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. ശോധനകളുണ്ടോ, വിവിധ ദുഃഖങ്ങളും, ലേശവും അധൈര്യം വേണ്ട, ചൊല്ലമേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ, ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ദൈവിക ആശ്വാസം എന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. ശുശ്രൂഷയുടെ വിജയത്തെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിച്ചു. അതിൻ്റെ മഹത്വീകരണത്തെപ്പറ്റി ഈ അധ്യായത്തിൽ സംസാരിക്കുന്നു. അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഈ അധ്യായത്തിൽ പൗലോസ് കടന്നു ചെല്ലുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഇവിടെ പൗലോസിൻ്റെ ചോദ്യങ്ങളുടെ അർത്ഥം ഇതാണ്: എന്നെ നിയമിച്ചാക്കിയവൻ്റെ കയ്യിൽ നിന്നും, അത് കർത്താവാണല്ലോ, ഒരു ശുപാർശക്കത്ത് എനിക്ക് ആവശ്യമോ? ഞാൻ അവൻ്റെ ശുശ്രൂഷകനെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു എഴുത്ത് എനിക്ക് ആവശ്യമോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യമില്ല. കാരണം അടുത്ത 2 വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. 2-3 വാക്യങ്ങൾ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ.
അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷയുടെ പ്രയോജനത്വം, അതിൻ്റെ തെളിവ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഒരെഴുത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നതിലല്ല, പിന്നെയോ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതപ്പെടുന്ന ലേഖനങ്ങൾ അത്രേ. ദൈവം ആർക്കും ശുപാർശ കത്ത് കൊടുക്കാറില്ല. ഞങ്ങളുടെ ഈ റേഡിയോ പ്രക്ഷേപണം ശ്രവിക്കുന്ന ലക്ഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന കത്തുകൾ അവർ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച സന്തോഷ വർത്തമാനം, അതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രയോജനത്വം തെളിയിക്കുന്നത്. ഞങ്ങൾക്കല്ല, ദൈവത്തിന് തന്നെ സകല പുകഴ്ചയും സ്തോത്രവും അർപ്പിക്കുന്നു. അതെ, ഞങ്ങളുടെ ശ്ലാഘ്യപത്രങ്ങൾ ഇങ്ങനെ കർത്താവിങ്കിലേക്ക് നയിക്കപ്പെടുന്നവർ തന്നെ എന്നത്രേ പൗലോസ് പറയുന്നത്. എന്നും ശുശ്രൂഷയിലുള്ളത് അതുതന്നെയാണ്. കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ എന്നത്രേ. അത് സകലരും അറിയുന്നു, അത് സകലരും വായിക്കുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഇതെനിക്ക് കൂടുതൽ ഉറപ്പ് തരുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്നു ബൈബിൾ എന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. ബുദ്ധിപരമായി നോക്കിയാലും അത് അങ്ങനെ തന്നെ. എന്നാൽ ഇന്ന് ഇത് വിശ്വസിക്കുവാൻ എൻ്റെ ബുദ്ധിയുടെ സഹായവും ആവശ്യമില്ല. എന്തെന്നാൽ ദൈവവചനം മനുഷ്യഹൃദയങ്ങളിൽ വരുത്തുന്ന രൂപാന്തരവും സ്വാധീനവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, സാധാരണ കേട്ടിട്ടുണ്ടല്ലോ, ഒരു സാധനം കഴിക്കുമ്പോൾ ആകുന്നു അത് വാസ്തവത്തിൽ രുചിയുള്ളതോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 34-ാം സങ്കീർത്തനം 8-ാം വാക്യം അത് വളരെ നല്ല ഒരു ഉദാഹരണമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന്. അതെ, അവനെ രുചിച്ചറിയേണ്ടതാണ്. ഒരിക്കൽ ബുദ്ധി ഉപയോഗിച്ച് നാം അറിഞ്ഞു, എന്നാൽ ഇന്ന് രുചിച്ചറിയുന്നു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. സ്വയമായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് അപ്പോസ്തലൻ ഇതേ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ലോകത്തിലെ ബലഹീനർ, അപ്രാപ്തർ, ചെറിയവർ, ഇവരെ കൊണ്ട് വലിയ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവം താൽപ്പര്യപ്പെടുന്നു. ലോകം അറിയപ്പെടുന്ന ശ്രേഷ്ഠന്മാരായ അനേക ദൈവദാസന്മാരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. സാധുക്കളായ സുവിശേഷകന്മാരിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഒരുപക്ഷെ അവർക്ക് വലിയ പഠിപ്പ് ഉണ്ടാകുകയില്ല, ഒരുപക്ഷെ അവർക്ക് വലിയ പേരും പെരുമയും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ദൈവം അവരിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. 6-ാം വാക്യം, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാർ ഞങ്ങൾ. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വളരെ അന്തരമുണ്ട്. പഴയ നിയമ ഉടമ്പടി അഥവാ ന്യായപ്രമാണ വ്യവസ്ഥകളെല്ലാം നമ്മെ കൊടിയ പാപികളായി, അതെ തെറ്റുകാരായി ചിത്രീകരിക്കുന്നു. മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണം ജീവദായകമല്ല, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. മോശ പോലും ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തുകൊണ്ട്? അവൻ ഒരു കൊലപാതകനായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദും കൽപ്പന ലംഘനം നടത്തിയില്ലേ? അതേ സുഹൃത്തെ, ന്യായപ്രമാണത്താൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ല. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ. ശ്രദ്ധിക്കണം, പഴയ ഉടമ്പടി അതായത് ന്യായപ്രമാണം മരണശുശ്രൂഷയായിരുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് 10 കൽപ്പനകളെ തന്നെ. അത് മഹത്വകരമായിരുന്നു, ദൈവഹിതം തന്നെ, അത് നല്ലതും തന്നെ. ന്യായപ്രമാണത്തെ പുച്ഛിക്കുകയല്ലിവിടെ, അത് ദൈവം തന്നത് തന്നെയാണ്. കുറ്റം എന്നിലാണ്. ന്യായപ്രമാണം വിളിച്ചു പറയുന്നത് ഞാൻ പാപി എന്നാണ്. മോശയുടെ മുഖതേജസ്സും ക്രമേണ മങ്ങിപ്പോയതായി പറഞ്ഞിരിക്കുന്നു. 8-ാം വാക്യം, ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ദൈവം തന്ന ന്യായപ്രമാണം മഹത്വവും തേജസ്സും ഉള്ളതായിരുന്നു എങ്കിൽ പുതിയ നിയമം, പുതിയ ഉടമ്പടി, ആത്മാവിൻ്റെ ശുശ്രൂഷ അതിലെത്രയോ അധികം തേജസ്സേറിയതാണ്.
9-ാം വാക്യം, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ മറ്റെന്തിനേക്കാളും തേജസ്സേറിയത്. 10-11 വാക്യങ്ങളിൽ അതേ തേജസ്സോടു കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അതെ, നീക്കം വരുന്നത് അത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം നീക്കം വരുന്നതാകിയാൽ അത് നീങ്ങിപ്പോയി. എന്നാൽ നീക്കം വരാത്തത് അത് പുതിയ നിയമം, അത് അത്യന്തം ശോഭയോടെ നിലനിൽക്കുന്നു. പൗലോസ് ഇവിടെ മോശയിക ന്യായപ്രമാണവും നാം ഇന്നായിരിക്കുന്ന കൃപയുടെ സമയവും കൂടി താരതമ്യപ്പെടുത്തുകയാണ്. 12-13 വാക്യങ്ങളിൽ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. ഒരു കാര്യം നാം ഓർമ്മിക്കണം, ന്യായപ്രമാണം 2 പ്രാവശ്യം ദൈവം കൊടുത്തു. മോശ സീനായ് പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പലകളിന്മേൽ എഴുതി. ഇസ്രായേൽ മക്കളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന്, അതിനനുസരിച്ച് ജീവിക്കുന്നതിന് ദൈവം അവ നൽകി. ആർക്കത് അപ്പാടെ അനുസരിക്കാൻ കഴിഞ്ഞില്ല, അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ ആയിരിക്കുമ്പോൾ തന്നെ താഴ്വരയിൽ ആദ്യത്തെ 2 കൽപ്പനകളുടെ ലംഘനം നടന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു. ന്യായപ്രമാണ വ്യവസ്ഥകൾ വളരെ കർക്കശമായിരുന്നു. മോശ പോലും ഭയം കൊണ്ട് വിറച്ചുപോയി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ജനങ്ങൾ കൽപ്പന ലംഘനം നടത്തുന്നത് വിവരിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? താഴേക്കിറങ്ങി ചെല്ലുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ആദ്യത്തെ 2 കൽപ്പനകൾ ജനം ലംഘിക്കുന്നത് വളരെ ദൂരത്തിൽ വെച്ച് തന്നെ മോശ കണ്ടു. തൻ്റെ കൈവശമുണ്ടായിരുന്ന കൽപ്പലകകൾ അവരുടെ മധ്യേ കൊണ്ടുവരാൻ മോശയ്ക്ക് ധൈര്യം തോന്നിയില്ല. കാരണം കൽപ്പനകൾ അവരുടെ പക്കൽ എത്തിച്ചാൽ ന്യായവിധി ഉടനെ അവർക്ക് ലഭിക്കുമായിരുന്നു. ജനത്തെ ഒന്നടങ്കം ദൈവം നിഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ട് മോശ കൽപ്പലകൾ 2 എറിഞ്ഞു കളഞ്ഞതിൻ്റെ ശേഷമാണ് ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതവൻ എറിഞ്ഞു പൊട്ടിച്ചു. 2-ാം പ്രാവശ്യം മോശ പർവ്വത മുകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധാഗ്നി ജനത്തിന്മേൽ പതിക്കാതിരിക്കാൻ കരുണ യാചിച്ചുകൊണ്ടാണ് അവൻ ദൈവത്തെ സമീപിച്ചത്. ദൈവം ക്ഷമിച്ചു, കരുണ കാണിച്ചു. 2ാമത് ഒരു പ്രാവശ്യം കൂടി അവർക്ക് ഒരവസരം കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 2ാം പ്രാവശ്യവും കൽപ്പന എഴുതി കൊടുത്തത്. ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവം കരുണയുടെയും കൃപയുടെയും സ്ഥാനത്ത് ന്യായപ്രമാണം താൽക്കാലികമായി നൽകുക മാത്രമാണ്. ന്യായപ്രമാണ വ്യവസ്ഥകളുടെ ആ ഒരു സ്ഥാനത്ത് ഒരു സമാഗമന കൂടാരവും യാഗമർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും കാണാം. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള വ്യവസ്ഥ, അതായത് രക്തം കൂടാതെ വിമോചനമില്ല എന്ന വ്യവസ്ഥ. എന്നാൽ ശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ കാണാനും കഴിയുന്നതല്ല. എങ്ങനെ നമുക്ക് അവൻ്റെ സന്നിധിയിൽ ചെല്ലാം? ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഒരുക്കിയ മനോഹരമായ വഴി. ഇത് എത്ര അത്ഭുതകരമായ വെളിപ്പാടായിരുന്നു! അതുകൊണ്ടാണ് മോശയുടെ ത്വക്ക് പ്രകാശിച്ചത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മോശ 2ാം പ്രാവശ്യം ഇറങ്ങി വരുന്നത് ന്യായപ്രമാണത്തിൻ്റെ കാഠിന്യമേറിയ വ്യവസ്ഥകളുമായി മാത്രമല്ല, ദൈവസിംഹാസനത്തെ സമീപിക്കുന്നതിനുള്ള യാഗവ്യവസ്ഥകളും ആയിട്ടായിരുന്നു.
പരീശന്മാരിൽ പരീശനും ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ടവനുമായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിച്ചു. അതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ഇതാണ് തേജസ്സിൻ്റെ ശുശ്രൂഷ. ഇതത്ര തേജസ്സേറിയ സുവിശേഷം. ന്യായപ്രമാണവും ഒട്ടും മോശമല്ല, അത് തേജസ്സുള്ളതായിരുന്നു. കാരണം അതിലും രക്ഷാമാർഗം നിർദ്ദേശിച്ചിരുന്നു. മനുഷ്യൻ്റെ ബലഹീനത നിമിത്തം അത് ശരിയായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. ജയജീവിതത്തിൻ്റെ വഴി തുറക്കപ്പെട്ടിരുന്നു എങ്കിലും മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത് മരണത്തിലേക്കുള്ള വഴിയായി പരിണമിച്ചു. ക്രിസ്തുവിൽ പ്രദർശിപ്പിക്കപ്പെട്ട ദൈവനീതി കൃപയുടെ പൂർത്തീകരണമായിരുന്നു. സ്നേഹവാനായ ദൈവം മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ താൽപ്പര്യപ്പെട്ടു. യേശു ക്രിസ്തുവിൽ കൂടെ അതിനുള്ള വഴി തുറക്കുകയും ചെയ്തു. മീഖായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യെഹസ്കേൽ പ്രവാചകനോട് ദൈവം ഇങ്ങനെ കൽപ്പിച്ചു, 33-ാം അധ്യായത്തിന് 11-ാം വാക്യം, എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, തിരിവീൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. 2-ാം പ്രാവശ്യം മോശ പർവ്വതത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷിച്ചിരുന്നു, മുഖം പ്രകാശിച്ചു കൊണ്ടിരുന്നു. കാരണം യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ സമീപിക്കുവാൻ അനുവാദം ലഭിച്ചിരുന്നു. അവൻ്റെ സന്തോഷാധിക്യത്താൽ അവൻ്റെ മുഖം പ്രകാശിച്ചു. എന്നാൽ അവൻ മൂടുപടം ധരിച്ചത് മറ്റുള്ളവർ അത് ദർശിക്കാതിരിക്കുന്നതിനല്ല, പിന്നെയോ അത് മാഞ്ഞു പോകുന്ന ഒന്ന് ആയതിനാലത്രേ. മാഞ്ഞു പോകുന്നത് കാണാതിരിക്കാനാണ്. അത് വളരെ പ്രത്യേകമായിട്ടുള്ള ചിന്തയാണല്ലേ. 14-ാം വാക്യം, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അവരുടെ മനസ്സ് ഈ ദിവസം വരെ കഠിനപ്പെട്ടിരിക്കുന്നു, അന്ധത പിടിച്ചിരിക്കുന്നു. മോശ ധരിച്ചിരുന്ന മൂടുപടം യഹൂദൻ്റെ മുഖത്ത് ഇപ്പോഴും കാണാം. അവരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ അന്തവും പൂർത്തീകരണവും ക്രിസ്തുവിൽ ദർശിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. മുഴുവൻ ന്യായപ്രമാണത്തിൻ്റെയും പൂർത്തീകരണം ക്രിസ്തു ആകുന്നു എന്നവർ കാണുന്നില്ല. അന്ധത ഇന്നും അവിടെ കാണാം. അടുത്ത അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയതായി നമുക്ക് കാണാം. അതിൻ്റെ കാരണവും 15-ാം വാക്യം ഇനി നോക്കിക്കാട്ട്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ന്യായപ്രമാണം വായിക്കുമ്പോൾ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് അത് പാലിക്കുവാൻ അവർക്ക് കഴിയുമെന്നാണ്. എന്നാൽ ദാവീദ് പോലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. ഇയ്യോബ് ആകെ തളർന്ന് ക്ഷീണിച്ചവനായി കാണുന്നു. ഹിസ്കിയാവ് മരണത്തോട് സമീപിച്ചപ്പോൾ ചുവരിലേക്ക് തിരിഞ്ഞ് അവൻ കരഞ്ഞു. എന്നാൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഏത് ബലഹീന ഭക്തനും ക്രിസ്തുവിൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയുമുണ്ട്. 16-ാം വാക്യത്തിൽ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഹൃദയം കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, പാപവഴികളെ ഉപേക്ഷിച്ച് കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ മൂടുപടം നീക്കി വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കും. മനുഷ്യൻ്റെ പ്രശ്നം ഹൃദയത്തിലേക്കതാണ്. അവൻ്റെ ജീവിതത്തിലെ പാപത്താൽ അവൻ അന്ധനാക്കപ്പെട്ടിരിക്കുന്നു, അവൻ കുരുടനാക്കപ്പെട്ടിരിക്കുന്നു. 17-ാം വാക്യം, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീക്കി ക്രിസ്തു തന്നെ രക്ഷിതാവെന്ന് ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവന് മാത്രമേ അത് കഴിയൂ. അവനൊരു വ്യക്തി മാത്രമേ അത് ചെയ്യുവാൻ പ്രാപ്തനായിട്ടുള്ളൂ, അവൻ മാത്രം. പത്രോസ് ഒരിക്കൽ പറഞ്ഞത് പൗലോസ് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. അതെ, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ദർശിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ താങ്കളുടെ അധ്യാപകൻ അഥവാ ഉപദേഷ്ടാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ആത്മാവ് താങ്കളെ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്നും വേർപെടുത്തി താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആത്മാവാകുന്നു.
18 വാക്യം നോക്കിക്കാട്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇത് അതിശയകരമായൊരു വേദഭാഗം തന്നെ. ഹൃദയത്തിന്മേലുള്ള ആ മൂടുപടത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ മുകളിൽ പ്രതിപാദിച്ചത്. ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ അത് താനേ നീങ്ങിപ്പോകും. വിശ്വാസികളായ നാം ക്രിസ്തുവിലേക്ക് തന്നെ നോക്കുന്നു. എന്നാൽ വിശ്വാസികളായ നാമും പാപത്തിൽ വീഴുമ്പോൾ നമ്മുടെ കണ്ണിന് മുൻപിൽ മൂടുപടം പ്രത്യക്ഷപ്പെടുന്നു. പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖം പ്രത്യക്ഷമാകുന്നു. ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കുന്നു. മാത്രമല്ല, നാം രൂപാന്തരപ്പെടുന്നു, അവനെപ്പോലെ ആയിത്തീരുന്നു. അതെ, അവൻ്റെ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. ഇവിടുത്തെ വിഷയം നാം ശ്രദ്ധിക്കണം. രൂപാന്തരപ്പെടുവാനായി പ്രതിബിംബിക്കുകയല്ല, പിന്നെയോ രൂപാന്തരപ്പെടുന്നത് വരെ പ്രതിബിംബിക്കുകയാണ്. അങ്ങനെ നമുക്ക് അവൻ്റെ പ്രതിമ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും. മനസ്സിലായല്ലോ? പ്രതിബിംബിക്കുന്നത് വരെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, നീണ്ട കാലയളവിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മറുരൂപപ്പെടുകയല്ല എന്നോർക്കണം. കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ വെച്ച് മറുരൂപപ്പെട്ടു. രൂപാന്തരപ്പെടുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവിന് മാത്രമേ അതുപോലെ മറുരൂപപ്പെടുവാൻ സാധിക്കൂ. അവൻ മാത്രമേ അതുപോലെ മറുരൂപപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ മറുരൂപപ്പെട്ട അഥവാ രൂപാന്തരപ്പെട്ട ഒരു വിശുദ്ധനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവചനം ഒരു കണ്ണാടിയാകുന്നു എന്നത് ശരിയാണ്. അതിൽ നോക്കിയാണ് നാം കർത്താവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്രയും നാം ദൈവവചനത്തിൽ സമയം ചെലവഴിക്കേണ്ടത്, അവനെ കാണുവാൻ. അതെ, അവനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ. നാം അവനെ കാണുമ്പോൾ നാം രൂപാന്തരപ്പെടും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവവചനം താങ്കളെ വീണ്ടും ജനിപ്പിക്കുന്നതിൽ കൂടുതലാകുന്നു ചെയ്യുന്നത്. ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ് തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അവനെ കൂടുതൽ ദർശിച്ചുകൊണ്ട് ആ കണ്ണാടിയിൽ കൂടുതൽ സമയം നോക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ നാം അവനെ കൂടുതൽ കാണുന്നു. ദൈവവചനത്തിൽ നാം കാണുന്നത് മൂടുപടമില്ലാത്ത ഒരു കർത്താവിനെയാണ്. അതെ, അവനാണ് മഹാൻ, അവനാണ് സർവശക്തൻ. അവിടുന്നാണ് വാസ്തവത്തിൽ നമ്മെ അവനോട് അനുരൂപമാക്കി മുൻപോട്ട് നയിക്കുന്നത്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ട് അവനോട് അനുരൂപരായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് മറക്കരുത്. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം പഠിക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.